ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗ് ആയിട്ടാണ്. രാവിലെ തന്നെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, എന്നിട്ട് ഞങ്ങളൊന്ന് ഉറങ്ങി. ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കണത്. മോളൊന്ന് എണീക്കുമ്പോൾ തന്നെ കരഞ്ഞിട്ടായിരുന്നു. അപ്പോൾ വേഗം പോയി ജ്യൂസ് ഉണ്ടാക്കി. ജ്യൂസൊക്കെ കുടിച്ച് വന്നപ്പോൾ ആളൊന്ന് ഉഷാറായി. ചില ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്. ഇന്ന് കാര്യമായിട്ടുള്ള ക്ലീനിങ്ങും കുക്കിങ്ങും ഒന്നുമില്ല. തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചക്കായി. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചപ്പോൾ അതും കഴിഞ്ഞ്. പിന്നെ ഇന്നലെ നല്ല കാര്യമായിട്ടുള്ള പണികളായ കാരണം ഇന്നക്ക് അതൊന്ന് കുറഞ്ഞു കിട്ടി. ഈ കൊല്ലം ഞാൻ വിചാരിച്ചിട്ടുള്ളത് എനിക്ക് ഡെയിലി വ്ളോഗ്സ് ഇടണം എന്നാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 2-ാം തീയതി ആ ടൈമിലാണ്. അപ്പോഴൊക്കെ ഡെയിലി ഞാൻ വീഡിയോസ് ഇട്ടിരുന്നു, ഷോർട്സ് വീഡിയോസ് ആയിരുന്നു ഇട്ടിരുന്നത്. അവിടുന്ന് ഒരു 3 മാസം ആകുമ്പോഴത്തേനും 2-3 മാസം ആകുമ്പോഴത്തേനും 500 സബ്സ്ക്രൈബേഴ്സായി. ലോങ് വീഡിയോസും ഇട്ടിരുന്നു. അത് ഒരു മാസത്തിൽ ഒരു 7 എണ്ണം അങ്ങനെയൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. സെപ്റ്റംബറിലാണ് ഞാൻ UAE-ലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടി പറ്റിയില്ല. റൂമിലത്തെ കാര്യങ്ങൾ നോക്കണം, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം, വീഡിയോസ് എടുക്കണം, എല്ലാം കൂടിയിട്ട് എനിക്ക് ഫസ്റ്റിൽ വന്ന ടൈമിൽ എനിക്ക് തീരെ പറ്റിയിരുന്നുണ്ടായിരുന്നില്ല. നാട്ടിലൊക്കെ ഉള്ളപ്പോൾ മോളെ വീട്ടുകാർ നോക്കും, കുറേ ആൾക്കാരുണ്ടല്ലോ നാട്ടിൽ, അപ്പോൾ എല്ലാവരും നോക്കും. ഇവിടെ ഉള്ളപ്പോൾ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്, അപ്പോൾ എല്ലാം കൂടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആയപ്പോൾ വ്യൂസൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നു. പിന്നെ വീഡിയോസ് ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ മുന്നേ കിട്ടിയിരുന്ന വ്യൂസ് ഇല്ലാണ്ടായി. അപ്പോൾ ഒക്കെ നല്ല വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും വിചാരിച്ച് ഇനി ഡെയിലി പറ്റിയില്ലെങ്കിലും 1.5 കൂടുമ്പോഴേലും എനിക്ക് വീഡിയോസ് ഇടണമെന്ന്. പിന്നെ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ടില്ലാച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടിട്ടേലും ഇടാൻ തുടങ്ങി. 2026 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കണം ഡെയിലി വീഡിയോസ് ഇട്ട് തുടങ്ങണമെന്ന്. എൻ്റെ പോലെ കുറേ ആൾക്കാരുണ്ടാവുമായിരിക്കും യൂട്യൂബിൽ നിന്ന് ചെറിയൊരു ഏണിങ്സ് കിട്ടണം എന്ന് ഒരാഗ്രഹം. എൻ്റെ ആഗ്രഹവും എല്ലാവരും ആഗ്രഹവും നടക്കട്ടെ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു, ബെഡൊക്കെ സെറ്റാക്കി വിരിച്ചിട്ടു. മോൾക്ക് ടിഷ്യൂ പേപ്പർ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത് ആകെ ഉണ്ട് കീറിയിടും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാർപ്പറ്റിലാകെ കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് മാത്രമായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. ടിഷ്യൂ മാത്രമല്ല കേട്ടോ, എന്ത് പേപ്പർ കിട്ടിയാലും ഇതന്നെ അവസ്ഥ, ആകെയുണ്ട് പിച്ച് കീറിയിടും. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു, റൂമൊക്കെ സെറ്റായി. സാറ്റർഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കണത്. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ദിവസങ്ങളെടുക്കും. അപ്പോൾ വീക്കെൻഡ് ആയ കാരണം ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാണ്. എന്തൊക്കെ എടുക്കേണ്ടിയെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് കൈ കിട്ടിയതൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്, ബാക്കി ഇക്ക വന്നിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. ക്യാമ്പിങ്ങിനാണ് പോണത്, ഒരു ബീച്ച് സൈഡിൽ. ഇത് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ ലീവിന് പോവാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ ടൈം ആകുമ്പോഴത്തേനും ബുക്കിംഗ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഈ വീക്കെൻഡിലേക്കാക്കി. ചെറിയൊരു പച്ചമുളകിൻ്റെ കൃഷിയുണ്ട്, അതിൽ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവരെ വിശപ്പടക്കി. പിന്നെ മോളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ മോളൊക്കെ ഒന്ന് കുളിപ്പിച്ചു, സെറ്റാക്കി. ഡ്രസ്സ് ഇടാൻ ഞാനും മോളും അങ്കാണ്. അവൾ വിളിച്ചാൽ തീരെ വരില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഓരോ പാട്ടും ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടിയിട്ട് വേണം മോൾക്ക് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ. ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വരും, ആ ടൈമിലാണ് ഞങ്ങൾ പോണത്. രാത്രിക്കുള്ളതൊന്നും ഉണ്ടാക്കണ്ട, രാത്രി അവിടെ ഒരു സ്റ്റേ ആണ്, പിറ്റേ ദിവസമാണ് വരിക. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ക്ലീൻ ചെയ്ത സ്ഥലം അവിടെ ആകെ വീണ്ടും അവൾ കോളാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വരാം. ബായ്.